ഇന്നൊരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളകിനെ തരിതരിയായി പൊടിച്ചെടുത്തത്, മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകം, കുരുമുളക് പൊടി, ഉപ്പ്, എണ്ണ എന്നിവ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് അതിലോട്ട് ചിക്കനും കൂടി ചേർത്ത് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 കപ്പ് പാലും കൂടി ചേർത്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 2 കപ്പ് മൈദ അരിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് 1 സ്പൂൺ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ ചേർത്ത് വെച്ചിരുന്ന ഈസ്റ്റിൻ്റെ മിശ്രിതത്തിലേക്ക് 1 മുട്ടയും കൂടി പൊട്ടിച്ചൊടിച്ച് നമുക്ക് മാവിലിട്ട് കുഴച്ചെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് മാവിനെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമുക്ക് നേരത്തെ ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ചിക്കൻ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ആ ബട്ടറിലേക്ക് തന്നെ നമുക്ക് 1 സവാളയും കുറച്ച് മല്ലിയിലയും ഒറിഗാനോയും കൂടി ഇട്ട് നമുക്കതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലോട്ട് ശകലം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിരുന്ന ചിക്കനെ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അതും കൂടി നമുക്ക് അതിലോട്ട് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ആ മാവിനെ ചെറിയ ഉരുളകളായിട്ടെടുത്ത് കൈകൊണ്ട് തന്നെ നമുക്കതിനെ ഷേപ്പ് വരുത്തി എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അതിലോട്ട് കുറച്ച് ചീസും വെച്ച് നമ്മൾ നേരത്തെ ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കൂട്ടും കൂടി വെച്ച് ഒരു സ്ക്വയർ ഷേപ്പിലാക്കി നമുക്ക് കൈകൊണ്ട് തന്നെ മടക്കിയെടുക്കാം. ഇതിന് എണ്ണയുടെ ആവശ്യമില്ല, നമ്മൾ ബട്ടറിൽ തന്നെയാണ് ഇതും പൊരിച്ചെടുക്കുന്നത്. ഇത് ഒരുപാട് ബട്ടറിൻ്റെയും ആവശ്യമില്ല. കുറച്ച് ബട്ടർ നമ്മൾ പാനിലോട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് മടക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പോക്കറ്റിനെയും കൂടി അതിലോട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. ഒരു സൈഡ് മുരിച്ചതിന് ശേഷം അടുത്ത സൈഡും അതുപോലെ ബ്രൗൺ കളറാക്കി എടുക്കാം. ബട്ടറിൻ്റെയും എണ്ണയുടെയും ഒരുപാട് ഉപയോഗം ഇതിനില്ല, വളരെ കുറച്ച് മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ മതി. ഇത് നല്ല ഒരു പിസയുടെ ടേസ്റ്റും അതുപോലെ തന്നെ ഒരു ചിക്കൻ റോൾ കഴിക്കുന്നതിൻ്റെയും ഒരു ടേസ്റ്റാണ്.